ഹലോ, എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? എന്താ അല്ലേ, ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ആരോ അടിച്ചോടിക്കും അത്രയ്ക്ക് സ്പീഡിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയാണോ? നാലാമത്തെ മാസം തീരാറായി. ഒരു വിഷു ഉണ്ടായിരുന്നത് ദേ വന്നു താപോയി. എന്താ അല്ലേ, സമയം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഓടി പൊയ്ക്കൊണ്ടിരുന്ന എന്താ ചെയ്യുക? നമുക്കിതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. സമയം അതതിൻ്റെ വഴിക്ക് പോകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാവരും വിഷുവൊക്കെ നല്ല സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ. ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാനും അത്യാവശ്യം നല്ലതുപോലെയൊക്കെ തന്നെ വിഷു ആഘോഷിച്ചു. പക്ഷെ എല്ലാ വർഷത്തെ വിഷുവിനെക്കാളും ഈ വർഷം എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കണി ഒരുക്കുന്നത് തൊട്ട് കണി മാറ്റുന്നത് വരെ ഫുൾ വെറൈറ്റി ആയിരുന്നു. എല്ലാം വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. സാധാരണ വീട്ടിലായിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അമ്മയാണ്. അറ്റകുറ്റപ്പണികൾ ചെയ്ത് ശല്യപ്പെടുത്താനാണ് ഞാൻ മിക്കവാറും പോകാറ്. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും അത് വിളമ്പുന്നതും എല്ലാം അമ്മ തന്നെയാണ്. പിന്നെ അവസാനം കണി മാറ്റുന്നതും അമ്മ തന്നെയാണ്. അമ്മയുടെ കൈ വരുന്നത് വരെ ആ കണി അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഈ വർഷം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഞാനും എൻ്റെ കെട്ടിയവനും കൂടെയാണ് വിഷു കണിയെല്ലാം റെഡിയാക്കിയത്. ഞാൻ ഒറ്റയ്ക്കാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പാവം ഞാനല്ലേ. അത്ര പാവമൊന്നും അല്ല. അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഒരു കൈ സഹായിക്കാൻ പോകാത്ത ഞാനാ. പിന്നെ മിക്കവാറും പെൺമക്കൾ അങ്ങനെ ആയിരിക്കും അല്ലേ. അടുക്കളയിൽ നിന്ന് കേട്ടാലേ ചതുർത്ഥിയായിരിക്കും. അങ്ങനെ അടുക്കളയിൽ കയറാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വിഷുവിന് എനിക്ക് ഏറ്റവും വലിയ ട്വിസ്റ്റ് കിട്ടിയത് കണിക്കൊന്നയുടെ കാര്യത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലും കണിക്കൊന്ന കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല. പക്ഷേ ഈ വർഷം അത് സംഭവിച്ചു. ഇവിടെ കണിക്കൊന്ന പൈസ കൊടുത്താൽ പോലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഇത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കവറ് പൊട്ടിച്ച് ഒരു തണ്ടെടുത്ത് നോക്കിയപ്പോൾ അതിലൊരൊറ്റ പൂവില്ല. എല്ലാം തൊഴിഞ്ഞ് ആ കവറിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതിന് എങ്ങനെയൊക്കെയോ എടുത്ത് കണിയുടെ പുറത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, അറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇങ്ങ് വെച്ചു. വിഷുവൊക്കെ കഴിയുമ്പോൾ സാധാരണ നമ്മൾ വെച്ച കണിക്കൊന്നയൊക്കെ വാടിപ്പോവല്ലേ. വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ വാടിയ അല്ലെങ്കിൽ ഉണങ്ങിയ കണിക്കൊന്നയൊക്കെ എടുത്ത് ചെടിയുടെ പാത്രത്തിലൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. ഇവിടെ പിന്നെ ചെടിയും കാര്യങ്ങളൊന്നും ഇല്ല അതിലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ആകെ ഉള്ളൊരു ഓപ്ഷൻ കളയുക എന്നുള്ളതാണ്. അപ്പോൾ ആ കളയുക എന്നുള്ളൊരു ഓപ്ഷൻ ഞാനങ്ങ് വിട്ടു. പിന്നെ ഞാനിരുന്ന് അഗാധമായി ചിന്തിച്ചു, എന്ത് ചെയ്യാം, ഈ കണിക്കൊന്ന വെച്ച് എന്ത് ചെയ്യാം. അപ്പോഴാണ് വിചാരിച്ചത് ഒരു ക്രാഫ്റ്റ് പോലെ എന്തെങ്കിലും ചെയ്യാം. ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ മോശമായാലും കുഴപ്പമില്ലല്ലോ, ഇവിടെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഫ്രെയിം ചെയ്തത് ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് പിസ്തയുടെ തോടും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞാനിത് സെറ്റ് ചെയ്തെടുത്തു. ഇതാകുമ്പോൾ പൂവ് നമുക്ക് കളയണ്ടല്ലോ, നമ്മളെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. അത്രയേ ഉള്ളൂ. ടാറ്റാ.